നമസ്കാരം. ഞാൻ കൈരളി, പൂർണേന്ദു തിരുവാതിര കളി സംഘത്തിലെ ഒരു അംഗമാണ്. പൂർണേന്ദു കുറച്ചു ദിവസങ്ങളായിട്ട് പഴയ കാലത്തെ തിരുവാതിര മാഹാത്മ്യത്തെ പറ്റിയുള്ള ഒരു പഴയകാല അറിവിനു വേണ്ടി ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ പാറശാല വരെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ നന്ദീശ്വരത്തുള്ള ഇറ്റിശ്ശേരി സാവിത്രിയെഴുത്തിയാണ്. സാവിത്രിയെഴുത്തി നമ്മൾക്ക് പഴയ കാലത്തെ സാവിത്രിയെഴുത്തിയുടെ അനുഭവങ്ങളിലൂടെ ഉള്ള തിരുവാതിരയുടെ അറിവുകളെ പറ്റി നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ്. നമസ്കാരം. തിരുവാതിര വിശേഷങ്ങൾ. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ തളിപ്പറമ്പിലെ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ തിരുവാതിര വിശേഷങ്ങൾ. മഞ്ജുളമാകും ധനുമാസത്തിൽ കാഞ്ഞിരങ്ങാട്ടു തിരുവാതിര മഞ്ഞണി നീരിൽ കൂടി കഴിഞ്ഞ് മഞ്ഞൾ കൂറിട്ടു സുപ്രഭാതം ചന്ദന സൗരഭമേന്തി വന്നു മന്ദപവനനുയരനായി കീർത്തനം പാടി കിടക്കിടാങ്ങൾ പൂത്താലമേന്തി തരുനിരകൾ കൈക്കാത്ത കാഞ്ഞീര ചോട്ടിലൂടെ വെക്കം നടന്നു നടകയറി അങ്കനമാരെല്ലാം ഭക്തിയോടെ ശങ്കരൻ പാദങ്ങൾ കൈവണങ്ങി മഞ്ജുളമാകും ധനുമാസത്തിൽ കാഞ്ഞിരങ്ങാട്ടു തിരുവാതിര. തളിപ്പറമ്പ് ഗ്രാമത്തിലെ തിരുവാതിര കാഞ്ഞിരങ്ങാട്ടാണ്. കാഞ്ഞിരങ്ങാട്ട് തിരുവാതിര എന്ന് പറയാം. തിരുവാതിര ദിവസം ഗ്രാമത്തിലെ എല്ലാ പെൺകുട്ടികളും മുതുമതികളാകാത്ത പെൺകുട്ടികള് അതുപോലെ അന്തർജനങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്ന ക്ഷേത്രമാണ് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം. അവിടെയാണ് ഞങ്ങളുടെ തിരുവാതിര ആഘോഷിക്കുന്നത്. അപ്പോൾ പ്രഭാതത്തിൽ തന്നെ എല്ലാവരും കുളിച്ചു തൊഴണമെന്നാണ് തീർത്ഥച്ചിറ. വൈദ്യനാഥനാണ് കാഞ്ഞിരങ്ങാട്. അതായത് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ 3 മഹാക്ഷേത്രങ്ങൾ. ആ മഹാക്ഷേത്രങ്ങൾ രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, അതുപോലെ ഈ വൈദ്യനാഥ ക്ഷേത്രം. ഈ വൈദ്യനാഥ ക്ഷേത്രത്തിലെ പ്രഭാതത്തിൽ തീർത്ഥച്ചിറ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രോഗശാന്തിക്ക് വേണ്ടി ഭജിക്കുന്ന ഭഗവാനാണ് ഇവിടെ. അതായത് സൂര്യദേവൻ പ്രതിഷ്ഠിച്ചതായ പൂജിച്ചു വന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രം കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം. അന്തർജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത രാജരാജേശ്വര ക്ഷേത്രത്തിലെ കുറച്ച് ദൂരം കിഴക്കോട്ട് മാറി ഉള്ള ശിവക്ഷേത്രം. പണ്ട് ഈ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ജനബാഹുല്യം നിമിത്തം അന്തർജനങ്ങൾക്ക് പ്രവേശനമില്ല. അത് പ്രതിഷ്ഠിച്ചതിൻ്റെ കുംഭാഭിഷേകമൊക്കെ കഴിഞ്ഞ് ഉള്ള സമയത്ത് ഈ ശതസോമ രാജാവാണ് പ്രതിഷ്ഠിച്ചത് ശിവലിംഗം. 3 ശിവലിംഗങ്ങൾ. അത് ഐതിഹ്യം വേറെ. അപ്പോൾ ഈ ശിവലിംഗങ്ങൾ ഇതിങ്ങനെ പ്രതിഷ്ഠിച്ച് അഭിഷേകമൊക്കെ കഴിഞ്ഞ് അങ്ങനെ രാജാവിന് മനസ്സിന് എന്നാലും ഒരു തൃപ്തി വന്നില്ല എന്നാണ്. അപ്പോൾ സ്വപ്നത്തിൽ
ശ്രീപരമേശ്വരൻ രാജാവിന് അരുളപ്പാടുണ്ടായി, ദർശനം കൊടുത്തു. പറഞ്ഞു, എൻ്റെ ഭക്തകളായ അന്തർജനങ്ങൾക്ക് എൻ്റെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തൊഴാനും ഉള്ള അവസരമില്ല. അതുകൊണ്ട് ഇതിന് കുറച്ച് കിഴക്കോട്ടായി ഒരു ശിവലിംഗമുണ്ട്, സൂര്യൻ പ്രതിഷ്ഠിച്ചതായ ശിവലിംഗം. ആ ശിവലിംഗം പ്രതിഷ്ഠിച്ച് ക്ഷേത്രം ഗ്രാമത്തിലെ കശ്യപഗോത്രക്കാരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്താലും എന്ന് ചെയ്ത് അവിടെ വന്ന് എൻ്റെ അനുഗ്രഹം അവർ നേടണം, അതിന് ക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കണം എന്ന് രാജാവിനോട് പറഞ്ഞു. അപ്പൊ തിരുവാതിര ദിവസം ഈ ക്ഷേത്രത്തിൽ രാജരാജേശ്വരൻ എഴുന്നള്ളി ഈ ഭക്തജനങ്ങൾക്ക്, സ്ത്രീജനങ്ങൾക്ക് ദർശനം കൊടുക്കുന്നതാണ്. അതുപോലെ 5 വയസ്സായ കന്യകമാര്, പെൺകുട്ടികള് ഈ ക്ഷേത്രത്തിൽ ആദ്യമായി അരി എഴുന്നള്ളിച്ചു തൊഴും. അത് പ്രത്യേക രീതിയിൽ ഇണമുണ്ടൊക്കെ കോടി അലറ്റിയതൊക്കെ ഉടുത്ത്, അതിന് ആ ഉടുക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട്. അത് മാടിക്കച്ച എന്ന് പറയാം. ഇപ്പൊ അതൊക്കെ ഉടുക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഉള്ളൂ. എന്നാലും ഈ അരി എഴുന്നള്ളിച്ച് ആളരൂപമൊക്കെ വെച്ച് താരയൊക്കെ കഴിച്ച് അവരെ ആദ്യമായി തൊഴിക്കും. കോടി തിരുവാതിര എന്ന് പറയും. അതുപോലെ തന്നെ ഋതുമതികളായ പിന്നെ ഇല്ല. അതുപോലെ പിന്നെ വേളി കഴിഞ്ഞാൽ അതും കോടി തിരുവാതിര എന്നാ പറയുക. ഈ രാവിലെ ചിറയിൽ കുളിച്ചു വന്ന് എല്ലാവരും അരി എഴുന്നള്ളിച്ച് തൊഴും. അപ്പൊ ഈ അരി എഴുന്നള്ളിക്കാനുള്ള പാത്രം അതുപോലെ പുഷ്പാഞ്ജലി ചെയ്യുന്ന സോപാനത്തിൽ നിന്നിട്ട് ഈ പൂക്കള്, തുളസി പൂവളം അതൊക്കെ കൊടുക്കാൻ അവിടെയുള്ള അഴക ഉള്ള സ്ത്രീകൾ അവരുടെ മനയിൽ നിന്നാണ് കൊടുക്കുന്നത്. പിന്നെ വ്രതത്തിനുള്ള ഭക്ഷണം ചാമക്കഞ്ഞി, തോരപ്പുഴുക്ക്, അതുപോലെ വാഴയുടെ കാമ്പ് എന്ന് പറയും, ഉണ്ണിപ്പിണ്ടി, അത് പെരക്ക്, അതൊക്കെ ഭക്ഷണം കഴിച്ച് അത് ഈ അമ്പലത്തിന്റെ ഉള്ളില് വാതിൽ മാടത്തിലാണ് ആ ഭക്ഷണം കഴിക്കുന്നത് അന്തർജനങ്ങൾ. ആ കഴിക്കുന്ന സമയത്ത് ഈ വേളി കഴിഞ്ഞിട്ടുള്ള വരന്റെ ഇല്ലത്തു നിന്നുള്ള ആള് കോടി തിരുവാതിര എന്ന് പറഞ്ഞു വരും. അപ്പൊ ആ സമയത്ത് 3 കൂട്ടാൻ എല്ലാവർക്കും കയ്യിൽ കൊടുക്കും. അങ്ങനെ ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടാവും. ആ സമയത്ത് നട ഇറങ്ങി, നട എന്ന് പറയാം, കുറെ പടികളുണ്ട്. ആ പടികൾ ഇറങ്ങി അവിടെയാണ് പ്രധാനപ്പെട്ട സ്ഥലം കാഞ്ഞിരത്തറ. അതായത് ആ ഇലകൾക്ക് കയപ്പില്ല എന്നാ പറയുന്നു. അപ്പൊ ആ കാഞ്ഞിരത്തറയ വെച്ചാണ് ഈ 3 കൂട്ടുക. അതിനൊരു ഐതിഹ്യമുണ്ട്. ഈ കുന്തിദേവി ഈ മക്കളുടെ വിജയത്തിനും അതുപോലെ ആരോഗ്യത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഭജിച്ചിരുന്ന ക്ഷേത്രം ആണിത്, സ്ഥലം ആണിത് എന്നാണ് ഐതിഹ്യം. ഈ അതുപോലെ തന്നെ ഈ ധനു 18 കുന്തിദേവി മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവര് ജയിച്ചു, തന്റെ മക്കൾ ജയിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നത് ഈ കാഞ്ഞിരത്തറയിൽ ഇരുന്നിട്ടാണ്. അപ്പൊ ഈ കാഞ്ഞിരത്തറക്ക് അത്രയും പഴകിയ സ്ഥാനാണ്. അതിന്റെ പ്രാധാന്യം. ഈ ധനു 18-നും ഭക്ഷണം അന്ന് വ്രതത്തിൻ്റെതൊന്നുമല്ല. അന്നും ഈ ഗ്രാമത്തിലെ ഇല്ലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും പോയി തൊഴണമെന്നാണ്. അന്ന് പ്രായമായ സ്ത്രീകളാണ് അധികവും തൊഴാൻ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും അന്നും പോയി അമ്പലത്തിൽ ഇവിടെ തൊഴണം എന്നാണ് നിർബന്ധമാണ്. ഈ ദിവസം പിന്നെ പറഞ്ഞല്ലോ, തിരുവാതിര ദിവസം ആ കുറുമാത്തൂര് ഇല്ലത്തു നിന്നാണ് അന്നത്തെ ഭക്ഷണം കൊടുക്കുന്നത്. അതുപോലെ ഈ ധനു 18-നുള്ള ഭക്ഷണം നരിക്കോട്ട് ഈറ്റിശ്ശേരി ഇല്ലം വകയാണ്. അത് ഇന്നും തുടർന്നു പോകുന്നു. സാധാരണയായി എപ്പോഴും ഇപ്പം ഞായറാഴ്ചകളിലൊക്കെ അന്നദാനമുണ്ട്. അത്രയും പ്രധാനപ്പെട്ട രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം കിട്ടുന്നതായ ക്ഷേത്രമാണ് ഇത്. ഒരുപാട് ഭക്തന്മാര് ഈ അമ്പലത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടെയുള്ള ഐതിഹ്യങ്ങളെ കുറിച്ചും അങ്ങനെ പാട്ടുകൾ, തിരുവാതിര പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ 3 കൂട്ടി കഴിഞ്ഞ് എല്ലാവരും അതാത് ഇല്ലങ്ങളിലേക്ക് പോകും. സാധാരണ ഈ മകീര നോൻപ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ തിരുവാതിര ആരംഭിച്ചു കഴിഞ്ഞാൽ ഇല്ലങ്ങളിൽ നിന്ന് കുട്ടികളൊക്കെ പകരെ ഊണ് കഴിക്കും. അല്ലാത്തവര് നോൻപ് പോലെ ചോറ് കഴിക്കില്ല തലേന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ കാഞ്ഞിരങ്ങാട് അമ്പലത്തിന്റെ അടുത്ത് ബലഭദ്ര സ്വാമിയുടെ അമ്പലമുണ്ട്. മിക്കവാറും ഈ തിരുവാതിര ദിവസമായിരിക്കും പൗർണമി. വെളുത്തവാവ് ദിവസം ബലഭദ്ര സ്വാമിക്ക് അത്രയും പ്രധാനമാണ്. സന്താനം ഉണ്ടാകാനൊക്കെ പ്രധാനമാണ് ഈ അമ്പലത്തിൽ. അത് ഈ കാഞ്ഞിരങ്ങാട് അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരെ ഉള്ളത്. പക്ഷെ ഇനി ഇപ്പോഴ് ഈ തിരുവാതിര കളിയൊക്കെ ഉണ്ട്.
ഒരുപാട് ടീമുകൾ തിരുവാതിര കളിക്കും. അതുപോലെ തന്നെ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ ടീമുണ്ട്, അതും തിരുവാതിര ടീം കളിക്കാറുണ്ട്. ഇപ്പോഴും അടുത്ത കാലത്തായിട്ട്, പണ്ട് കാലത്ത് ഇതൊന്നുമില്ല. ഇതുപോലെ ഭക്ഷണം വ്രതം രാവിലെ തൊഴുക, രാവിലത്തെ വ്രതത്തിനുള്ള ഭക്ഷണം അതെല്ലാവർക്കും കൊടുക്കും, ബന്ധുക്കൾക്കൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഐക്യത്തോടെ ഉള്ളതാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പം ഋതുമതികൾ ആയ കുട്ടികൾ കാഞ്ഞിരങ്ങാട് അമ്പലത്തിൽ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ 3 ഇത് കൊടുക്കും ഇല്ലത്തേക്ക് എന്നാണ് സാധാരണ അങ്ങനെ തോന്നുന്നത്. അത് ഇല്ലത്തേക്ക് എടുക്കും എന്തായാലും. 3 കൂട്ടുന്നത് കാഞ്ഞിരത്തറയിൽ നിന്ന് 3 കൂട്ടും, എന്നിട്ട് അത് ഇല്ലത്തേക്ക് കൊണ്ടുപോകും, അവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അരി എഴുന്നള്ളിച്ച് തൊഴുത് വ്രതത്തിൻ്റെ ഇളനീര്, പഴം അതൊക്കെ കഴിച്ച് എല്ലാ ബന്ധുക്കൾക്കും കൊടുക്കും. എല്ലാവരും, ഇനി ബന്ധുക്കളെന്ന് മാത്രമല്ല എല്ലാ അന്തർജനങ്ങളും കുട്ടികളും വരുന്ന ആ കാണുന്നതായ ഒരു അവസരമാണ് ഈ തിരുവാതിര ദിവസം. അപ്പോൾ അന്ന് ഇങ്ങനെ വ്രതത്തിൽ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചപൂജക്കാണ് രാജരാജേശ്വരൻ പീഠത്തിൽ മാലയൊക്കെ ചാർത്തി ആ ബലിബിംബം വെച്ച് എഴുന്നള്ളി അതിൻ്റെ മുന്നിൽ ദീപമൊക്കെ ധാരാളം കത്തിച്ച് അങ്ങനെ ആ തൊഴുന്ന സമയത്ത്, ആ സമയത്താണ് പ്രസാദം കിട്ടുന്നത്. സാധാരണ വൈദ്യനാഥ ക്ഷേത്രത്തിലെ പ്രസാദം ഭസ്മം, ധാര കഴിച്ച ജലധാര, ക്ഷീരധാര അതൊക്കെ. അപ്പൊ ഇത് പാലയില അരി എന്നാ പറയാ. അപ്പൊ പാല ഇലയിലാണ് ഈ പ്രസാദ മർജനങ്ങൾ ഒരു നുള്ള അരി. അപ്പൊ പാല് ഒഴിച്ചിട്ടുള്ള ഈ ഉണങ്ങലരി ഒരു നുള്ള് ഈ പാല ഇലയിലാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അത് ഇല്ലത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ ഓരോ ഭാഗത്ത് ഓരോ രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഉള്ള, പണ്ടുകാലത്ത് എവിടെയും പോകില്ല അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടുള്ള കൂട്ടായ്മ, എല്ലാ അന്തർജനങ്ങളും വന്ന് എല്ലാവരെയും കാണും. അപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നത് ഈ സുമംഗലികളും കന്യകമാരും സർവാഭരണ വിഭൂഷിതകളായിട്ട് ശ്രീപാർവതിനെയും പരമേശ്വരനെയും കാണണം, എന്നെ കാണണം എന്നാണ് ഭഗവാന്റെ എഴുതപ്പാട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആർദ്രാ ദർശനം ചെയ്യേണ്ടത്. അപ്പൊ കുട്ടികൾ സുമംഗലികളാകാനും അതുപോലെ സുമംഗലികള് നെടുമംഗല്യത്തിനും വേണ്ടി ഈ ശ്രീപാർവതിനെയും ഭഗവാനെയും രാജരാജേശ്വരനെയും പാർവതിനെയും വൈദ്യനാഥിനെയും ഒക്കെ ഭജിച്ച് അന്നത്തെ ദിവസം വളരെ സന്തോഷപൂർവ്വം ആഘോഷത്തോടെ എല്ലാവരെയും എല്ലാ അന്തർജനങ്ങളെയും കണ്ട് അങ്ങനെയുള്ള ഒരു അവസരമാണ് ഈ തിരുവാതിര. കാഞ്ഞിരങ്ങാട്ട് തിരുവാതിര എന്ന് പറയാം. അപ്പൊ ഇല്ലങ്ങളിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ എട്ടങ്ങാടി നദിക്കല്, തുടിച്ചുകുളി, തിരുവാതിരക്കളി അതൊന്നും അങ്ങനെ കാണാറ് പതിവില്ല. ഓരോ ഭാഗത്തില് ഓരോരു ആചാരത്തിന്റെ ഇതാണ് അത്. പക്ഷെ ഇപ്പോഴും ആ തിരുവാതിരയൊക്കെ കളിച്ചു വരുന്നുണ്ട്. അപ്പൊ ഈ തിരുവാതിര ദിവസം എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മ, ഒരു സൗഹൃദ കൂട്ടായ്മ കൂടിയാണ് കാഞ്ഞിരങ്ങാട് ഉള്ളത്. ദൂരെയുള്ള ഇല്ലങ്ങളിൽ നിന്നൊക്കെ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ അത്ര തൊട്ടടുത്തല്ല ഇല്ലങ്ങൾ. ആ ഇല്ലങ്ങളില് ദൂരെയുള്ള, അതായത് രാവിലെ നടന്നെത്താൻ അതിലും അധികം ദൂരമുള്ള സ്ഥലങ്ങളിലുള്ളവരെല്ലാം ഏകദേശം ഈ അമ്പലത്തിന്റെ സമീപത്തുള്ള ഇല്ലങ്ങളിൽ വന്ന് തലേ ദിവസമേ താമസിക്കും. അല്ലാതെ അമ്പലത്തിൽ തന്നെ തലേ ദിവസം താമസിച്ച് പിറ്റേ ദിവസം കുളിച്ചു തൊഴാനുള്ള സൗകര്യം കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ കുളിച്ചു തൊഴുത് കാഞ്ഞിരങ്ങാട്ട് തിരുവാതിര എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കാഞ്ഞിരങ്ങാട്ടാണ് ഈ തിരുവാതിര പെരിഞ്ചല്ലൂർ ഗ്രാമക്കാര് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് ആഘോഷിക്കുന്നത്. കുട്ടികളുണ്ടാവും, അന്തർജനങ്ങളുണ്ടാവും, ഗ്രാമത്തിലെ എല്ലാ പേരും കൂടിയിട്ടുള്ള ഒരു നല്ല കൂട്ടായ്മ. അതിൽ ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടി, ശ്രീപാർവതിയുടെയും ശ്രീപരമേശ്വരന്റെയും അനുഗ്രഹം നേടി എല്ലാവരും സ്വന്തം ജില്ലകളിലേക്ക് സന്തോഷപൂർവ്വം ചെയ്യുന്നു. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ തൊട്ടടുത്തല്ല ഇല്ലങ്ങൾ, കുറച്ചൊക്കെ ദൂരെയാണ് ഇല്ലങ്ങൾ. അപ്പൊ ഈ തിരുവാതിര ദിവസം അടുത്തുള്ള ഇല്ലങ്ങളിലൊക്കെ വന്ന് രാവിലെ വന്ന് തൊഴാനുള്ള അടുത്തുള്ള ഇല്ലങ്ങളിൽ വന്ന് താമസിക്കും. അല്ലാതെ തന്നെ ഈ ക്ഷേത്രത്തിൽ തലേ ദിവസം വന്ന് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് കുളിച്ചു തൊഴും. അപ്പൊ ഈ എല്ലാ എല്ലാവരെയും കാണാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഈ
ക്ഷേത്രം. അതാണ് കാഞ്ഞിരങ്ങാട്ട് തിരുവാതിര. അത്രയും പ്രധാന കാഞ്ഞിരങ്ങാട്ട് തിരുവാതിര എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. മറ്റുള്ള ഇതുപോലെ എത്തുക, കുളിക്കുക, തൊഴുക, പുഷ്പാഞ്ജലി, അതും ഒരു പ്രത്യേകതയാണ്. എല്ലാവരും സോപാനത്തിൽ നിന്ന് ഭഗവാനെ പുഷ്പാഞ്ജലി ചെയ്ത് തൊഴും. കുളിച്ചു തൊഴണമെന്നാണ്. അപ്പോൾ തിരുവാതിര ഈ തീർത്ഥച്ചിറയിൽ കുളിച്ചു തൊഴണം. അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടെ ഭഗവാനെ ദർശിച്ച് ആർദ്രാവ്രതം ആചരിച്ച് ആ ദിവസം ആഘോഷിക്കുന്നു. ഭഗവാന്റെ ദർശനം നേടി അനുഗ്രഹം നേടി എല്ലാവരും അതാതാരുടെ ഇല്ലങ്ങളിലേക്ക് എത്തുന്നു. ഇതാണ് പെരിഞ്ചേരി ഗ്രാമത്തിലെ എനിക്ക് അറിയാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞതാണ്. അതാണ് തിരുവാതിര വിശേഷങ്ങൾ. നമസ്കാരം.